Praise Yeshua. Everybody sleepy? Yes, no, maybe afternoon time. Praise Yeshua. That has some life in it. Okay, without wasting much time, I just want to share a quick thought. Where is my translator? My dear translator, please come join me. Yeah. So, I just want to quickly share a thought that God has put in my heart. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഒരു ചിന്ത വേഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. But today we want to take more time to worship the Lord. ഇന്ന് നമ്മൾ കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കുവാനായി ആഗ്രഹിക്കുന്നു. You know, it is only in worship that God's presence will fall on us. ആരാധനയിൽ മാത്രമേ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വീഴുവാനിടയായി തീരുകയുള്ളൂ. And we want to ask God to enter our hearts and do that which is impossible for us. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിന്റെ ആ ഒരു സാന്നിധ്യം കടന്നു വന്ന് നമുക്ക് അസാധ്യമായതിനെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Just one second. Okay, so we will take more time to worship today. അതുകൊണ്ട് തന്നെ നാം ഇന്ന് കൂടുതൽ സമയം ആരാധനയ്ക്കായി വേർതിരിക്കും. At Nedumangad, when we worship, we don't want to stop. നെടുമങ്ങാട് സഭയിൽ നാം ആരാധിക്കുമ്പോൾ നമുക്ക് നിർത്തുവാൻ ആഗ്രഹമില്ലായിരിക്കും. More than listening to the word, we love it when we worship. നാം വചനം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നാം ഇഷ്ടപ്പെടുന്നത് ആരാധിക്കുവാനാണ്. Because when we worship, God speaks to us. കാരണം നാം ആരാധിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. And in His presence, there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. And we are going to experience that today. അത് നാം ഇന്ന് അനുഭവിച്ചറിയുവാൻ പോകുന്നു. So I just quickly want to turn on to John chapter 3, verse 27, which is something that God has put in my heart. പെട്ടെന്ന് തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് 27-ാം വാക്യത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. It says, a man can receive nothing unless it has been given to him from heaven. അതിന് യോഹന്നാൻ സ്വർഗ്ഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. I want to repeat, a man can have nothing unless it has been given to him from heaven. സ്വർഗ്ഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. So we want to get it into our minds and hearts that we cannot have anything unless it comes from God. നാം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, നമുക്ക് കർത്താവിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്നും ലഭിച്ചിട്ടല്ലാതെ ഒന്നും തന്നെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. Everything that we have, നമുക്കുള്ള സകലവും, be it the job that we have, be it the family that we have, be the children we have, or the ministry we have. ഒരുപക്ഷെ നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ ശുശ്രൂഷയായിരിക്കാം, എന്ത് തന്നെ ആയാലും everything is with us because God has given it to us. അതൊക്കെ നമുക്കുള്ളത് കർത്താവ് നമുക്ക് തന്നതുകൊണ്ടാണ്. I know this truth for sure. I have experienced it. എനിക്കിത് വാസ്തവമായും എനിക്കിത് ഉറപ്പോടെ പറയുവാൻ കഴിയും, കാരണം ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. Because there was a time when I wanted to minister. കാരണം ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് ശുശ്രൂഷിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരുന്നു. I wanted to minister, I want to be here, I want to have the mic, I wanted to do things. എനിക്ക് ശുശ്രൂഷിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരുന്നു. എനിക്ക് മൈക്ക് വേണം, എനിക്ക് ഇവിടെ നിന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. When I see other ministers of God, I also wanted to minister. മറ്റു ശുശ്രൂഷകന്മാരെ കാണുമ്പോഴൊക്കെയും എനിക്കും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹം. That was the biggest thing in my mind. അതായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. And in His due time, God gave me that opportunity also. എന്നാൽ കർത്താവിൻ്റെതായ സമയത്ത് കർത്താവ് അതിനു വേണ്ടിയുള്ള ആ ഒരു അവസരവും എനിക്ക് കർത്താവ് ഒരുക്കി. And He got me to places which I could not think of. എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോയി. He got me opportunity to minister to people in our place and outside and across the world. നാം ആയിരിക്കുന്ന ദേശത്തും പുറത്തും മറ്റു രാജ്യങ്ങളിലും ഒക്കെയായി പലരെയും ശുശ്രൂഷിക്കുവാൻ Though I didn't go to places, people came to me. ഞാൻ മറ്റിടങ്ങളിലേക്ക് പോകുകയല്ല, മറ്റു വ്യക്തികൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. But I cannot be proud about that. എന്നാൽ അതിലൊന്നിലും എനിക്ക് പുകഴുവാൻ കഴിയുകയില്ല. Because it's not me.
കാരണം അതൊന്നും എന്നാലല്ല. And I came to a point ഞാനൊരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു where I realized that it is not the preaching that I do here, it is not the people, but the person who has allowed it is what I want the most. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനിവിടെ ചെയ്യുന്ന ശുശ്രൂഷയോ ഒന്നുമല്ല, മറിച്ച് കർത്താവ് എനിക്കത് തന്നതുകൊണ്ടാണ്. Instead of ministering, I felt I want to experience the one who has given me the grace to minister. ഞാൻ ശുശ്രൂഷിക്കുന്നതിനു പകരം എനിക്ക് ശുശ്രൂഷിക്കുവാനുള്ള ആ ഒരു കഴിവ് തന്ന കർത്താവിനെ അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So if I stand here today, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ I know that I cannot do anything unless God gives. എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും, എനിക്ക് കർത്താവ് തന്നിട്ടല്ലാതെ ഒന്നും ചെയ്യുവാൻ All of കഴിയില്ല. us. നമുക്കെല്ലാവർക്കും Pastor has given me this responsibility, this new thing that we have to start. നാം ഇവിടെ പുതുതായി ആരംഭിച്ച ഈ സഭയുടെ ഉത്തരവാദിത്തം പാസ്റ്റർ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. I have been wanting for it from years. വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണിത്. But when I wanted, it didn't come. ഞാനത് ആഗ്രഹിച്ച സമയത്ത് അത് എന്റെ അടുക്കലേക്ക് I was എത്തിയില്ല. full Josh. ഞാൻ മൊത്തത്തിൽ അതിനുവേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. But at that point it didn't happen. എന്നാൽ ആ സമയത്ത് അത് സംഭവിച്ചില്ല. But he got me to a point where he made me realize that it is not the ministry, but I want you. എന്നാൽ കർത്താവ് എന്നെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ എനിക്ക് മനസ്സിലായി, എന്റെ ശുശ്രൂഷയല്ല, കർത്താവിനെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. He wants me to seek him and love him and walk with him. കർത്താവിനെ അന്വേഷിക്കുവാൻ, അവനോട് കൂടെ നടക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants only my heart. കർത്താവിന് എന്റെ ഹൃദയം മാത്രമായിരുന്നു. Like always, it is a side product that we minister. അതിന്റെ ഒക്കെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് ശുശ്രൂഷ. Peter is revolving around us for some time. പത്രോസ് I think for few weeks Peter is around us. കുറച്ച് ആഴ്ചകളായിട്ട് പത്രോസ് നമ്മുടെ ചുറ്റും ഇങ്ങനെ One or നടക്കുകയാണ്. other way Peter is around us. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പത്രോസ് നമ്മുടെ ഇടയിൽ കടന്നു വരുന്നു. Peter was walking with Jesus for 3 years. പത്രോസ് 3 വർഷമായി യേശുവിനോട് കൂടി നടക്കുകയായിരുന്നു. And I think, as I said before also, Peter was there to protect Jesus, he thought. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ പത്രോസ് വിചാരിച്ചിരുന്നത് ഞാൻ യേശുവിനെ സംരക്ഷിക്കുവാനാണ് ആയിരിക്കുന്നതെന്നാണ്. So he was always ready to, protect him. അതുകൊണ്ട് തന്നെ പത്രോസ് എപ്പോഴും യേശുവിനെ സംരക്ഷിക്കുവാൻ വളരെയധികം തിടുക്കത്തിലായിരുന്നു. Then also he was seeking Jesus. അപ്പോഴും കർത്താവിനെ അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. He was seeking to love him. അവൻ യേശുവിനെ സ്നേഹിക്കുവാനായി അന്വേഷിച്ചു കൊണ്ടിരുന്നു. And he was doing so many things to please him. അവനെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി, യേശുവിനെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. He was trying to please Jesus in his flesh. അവൻ അവന്റെ ജഡത്തിൽ യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. But there was a time when he betrayed Jesus. എന്നാൽ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു അവസ്ഥ കടന്നു He വന്നു. was feeling bad about it, sad about it, and he was crushed to the core. അവൻ അതിനെക്കുറിച്ച് കുറ്റബോധം കൊണ്ട് അവൻ വളരെയധികം തകർന്നടിഞ്ഞ അവസ്ഥയിലായി. But Jesus knew his future. എന്നാൽ യേശുവിന് അവന്റെ ഭാവിയെ കുറിച്ച് Like അറിയുമായിരുന്നു. they were singing, that nothing compares to the promise that I have in him. ഇന്ന് നാം ഇവിടെ പാടിയതുപോലെ കർത്താവിൽ നമുക്കുള്ള വാഗ്ദത്തത്തിന് മുകളിലായതിന് തുല്യമായ ഒന്നുമില്ല. And that's why, we know what happened later. നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചത്. What I want to tell you here is, ഞാൻ നിങ്ങളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, I want you to seek your maker. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിതാവായ കർത്താവിനെ അന്വേഷിക്കണം. Knowingly or unknowingly, we are seeking the blessings. നാം അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അനുഗ്രഹങ്ങളെയാണ് അന്വേഷിക്കുന്നത്. We are only seeking blessings. നാം അനുഗ്രഹങ്ങളെ മാത്രമാണ് We are അന്വേഷിക്കുന്നത്. seeking fame. നാം നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രശസ്തി We അന്വേഷിക്കുന്നു. are seeking money. നാം പണം അന്വേഷിക്കുന്നു. We are seeking healing. നാം സൗഖ്യത്തെ അന്വേഷിക്കുന്നു. We are seeking appreciation. നാം പ്രോത്സാഹനത്തെ അന്വേഷിക്കുന്നു. All of it would come, my dears. നമ്മുടെയൊക്കെ പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത് ഇതെല്ലാം എത്തും. Or you already have it. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം ഉണ്ട്. But I tell you, nothing is meaningful unless you have the one who gave it to you. എന്നാൽ ഇതൊന്നും അർത്ഥമുള്ളതാകുകയില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ക്രിസ്തു വരുന്നതുവരെയും. I don't know if you understand or feel what I'm feeling. എനിക്കറിയില്ല ഞാൻ ഇവിടെ നിന്ന് അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന്. Ramya shared a video with me. രമ്യ സിസ്റ്റർ എനിക്കൊരു ഒരു വീഡിയോ അയച്ചു തന്നു. And in that video it was another side of America.
അത് അമേരിക്കയുടെ മറ്റൊരു ഭാഗത്തെ മറ്റൊരു വശത്തെയാണ് കാണിക്കുന്നത്. One side of America is all good and you have all people and everything is good about America. അമേരിക്കയുടെ ഒരു വശത്ത് നാം നോക്കുമ്പോഴത്തേക്കും എല്ലാം സമൃദ്ധമായുണ്ട്, എല്ലാം വളരെ നല്ലതാണ്. But the other side of America, this video that I saw, എന്നാൽ മറുവശത്ത് ഞാൻ കണ്ട ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചത്, there was a man who was like bent like this on the road and he was doing this. ഇങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനായിടയായി. Because he had some drugs on him. കാരണം അദ്ദേഹം ലഹരി ഉപയോഗിച്ച് അതിൻ്റെതായ പിടിയിലായിരുന്നു. And the entire street was like that. ആ തെരുവ് മുഴുവൻ അങ്ങനെയുള്ള ആളുകൾ. And there was another side of it completely. നാം കാണുന്നതിനൊക്കെയും തികച്ചും വ്യത്യസ്തമായ ഒരു വശമാണ്. And the background voice was saying that if you find people who walk normally in that place is like something amazing. അതിലിങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു തെരുവിൽ നിങ്ങൾ നേരെ വളരെ നോർമലായി നടക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു അതിശയമാണ്. They start early morning. അവർ വളരെ അതികാലത്തെ തന്നെ ഇത് തുടങ്ങും. You know, why are they doing it? എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്? They are seeking something. അവരെന്തൊക്കെയോ അന്വേഷിക്കുകയാണ്. Because they didn't get the peace that they want. They are looking for peace somewhere else. അവർക്ക് വേണ്ട ഹൃദയത്തിൽ വേണ്ട സമാധാനം അവർക്ക് കിട്ടുന്നില്ല. അത് അവർ മറ്റു കാര്യങ്ങളിൽ അന്വേഷിക്കുന്നു. I have tasted it. ഞാനത് രുചിച്ചു നോക്കിയിട്ടുണ്ട്. I know that, you know, I can have all the things that I want but still have a place in my heart that no one can fill. നമുക്ക് ലോകത്തിലുള്ള എന്തും നേടുവാൻ കഴിയും, എന്നാൽ മറ്റാർക്കും ഈ ലോകത്തിലെ ആർക്കും നിറയ്ക്കുവാൻ കഴിയാത്തൊരു ശൂന്യത നമ്മുടെ ഹൃദയത്തിലുണ്ട്. There is a thing in our hearts. നമ്മുടെ ജീവിതത്തിലൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. We may go out for a party. നാം ഒരു ആഘോഷത്തിന് വേണ്ടി കടന്നു പോകാം. We can have everyone around. നമുക്ക് ചുറ്റും എല്ലാവരെയും നമുക്ക് കൂടി We can sing, dance. നാം പാടാം, ആടാം. But when we come back and we stand in front of the mirror, we know that all that is over and here I stand facing that person who I am. എന്നാൽ അതൊക്കെയും കഴിഞ്ഞ് തിരികെ വന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ അതൊക്കെയും കഴിഞ്ഞു പോയി, ഇവിടെ ഞാൻ നിൽക്കുകയാണ് ശൂന്യമായി. But that emptiness is filled when you have Jesus within you. എന്നാൽ ആ ഒരു ശൂന്യത നിന്റെ ഉള്ളിൽ ഉള്ളത് നിനക്ക് യേശുവിനെ നിറയ്ക്കുവാനാണ്. In his presence is the fullness of joy. അവന്റെ സാന്നിധ്യത്തിലാണ് സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. In his presence is the fullness of joy. യേശുവിന്റെ സാന്നിധ്യത്തിലാണ് സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. And so today I just want to say that we need to seek our maker. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം നമ്മുടെ സൃഷ്ടിതാവിനെ അന്വേഷിക്കേണ്ടതുണ്ട്. We pray in the name of Jesus, healings will happen. നാം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. Miracles will happen. അത്ഭുതങ്ങൾ സംഭവിക്കും. But today we are not seeking the miracles, we are not seeking the healing, we are seeking the miracle working God. നാം ഇന്ന് അത്ഭുതങ്ങളെയോ സൗഖ്യത്തെയോ അല്ല അന്വേഷിക്കുന്നത്, ഇന്ന് നാം ആ അത്ഭുതം ചെയ്യുന്ന ആ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. We are seeking the miracle working God. അവൻ നമ്മുടെ ഉള്ളിലാണ് ആ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. How many of you can say that, Lord, I live to love you? എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ ഞാൻ ജീവിക്കുന്നത് അങ്ങേ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. I live to love you. ഞാൻ ജീവിക്കുന്നത് തന്നെ അങ്ങേ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. I might not be the perfect one. ഞാൻ ഒരിക്കലും എല്ലാം തികഞ്ഞൊരു വ്യക്തി ആയിരിക്കില്ല. I might not be even able to come and say that I can please you. എനിക്ക് ഒരു പക്ഷേ കർത്താവേ എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്ന് പോലും പറയുവാൻ കഴിയുകയില്ല. I know there are hearts here who are saying this thing, whose prayer is this. എനിക്കറിയാം ഇവിടെ ആയിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിലെ പ്രാർത്ഥന ഇങ്ങനെയാണ്, I want to please you, Lord. കർത്താവേ എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കണം. I don't have the means to, but I want to please you because I love you. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, പക്ഷേ എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കണം, എനിക്ക് അങ്ങേ ഇഷ്ടമാണ്. I just want to, we are going to get into a time of worship. നാം ഇന്ന് വേറൊരു തലത്തിലുള്ള ഒരു ആരാധനയിലേക്ക് കടക്കുവാൻ പോവുകയാണ്. We are going to worship the Lord. നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. But before that I want to read out the promise that God has given. എന്നാൽ അതിനു മുമ്പ് കർത്താവ് എനിക്ക് തന്ന ഒരു വാഗ്ദത്ത വചനത്തിനെ It is a promise to all of us. We have read it many times. നാം എല്ലാവർക്കും കർത്താവ് തന്നൊരു വാഗ്ദത്തമാണ്. ഒത്തിരി വട്ടം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. Can we go to Isaiah chapter 44? യെശയ്യാവ് 44 അധ്യായത്തിലേക്ക് നമുക്ക് പോകാമോ? It says, "But now listen, Jacob, my servant Israel, whom I have chosen." ഇപ്പോഴും എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക. I want to edit it a bit. ഞാൻ അതിനെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി പറയാം. We cannot edit the word of God, but I'm receiving this word. എനിക്കറിയാം ഇതിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ പാടില്ല, പക്ഷെ നമുക്ക് തന്നെ receiving this word. ഈ വചനം നാം പ്രാപിക്കുകയാണ്. Now listen, Raji, my daughter whom I have chosen. Say this, put your names and say, now listen. You say. ഇപ്പോൾ
ശ്രദ്ധിക്കുക, ഇപ്പോഴോ എന്റെ ദാസിയായ എന്റെ മകളായ എന്റെ മകളായ നവ്യയെ, whom I have chosen. ഞാൻ തിരഞ്ഞെടുത്ത എന്റെ മകളായ നവ്യയെ. നിങ്ങൾ Can you say that if you believe? You know, it doesn't matter whether you are praying, praising or not. Just say it. No, paisa nahi lagta. നിങ്ങൾ വെറുതെ അതൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അതൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾ വെറുതെ അതൊന്ന് പറഞ്ഞാട്ടെ. No charges, free. നിങ്ങൾ അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പറയാം. Say freely. Now listen, Raji, my daughter whom I have chosen. ഇപ്പോഴോ എന്റെ മകളായ നവ്യയെ ഞാൻ തിരഞ്ഞെടുത്ത. Open your mouth and say, people, if you believe it. വായി തുറന്ന് പറഞ്ഞാട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? Try it. Even if you don't believe, try it. I want you to open your mouth, my dear. Open. നിങ്ങൾ നിങ്ങളുടെ വായി തുറന്ന് പറഞ്ഞാട്ടെ. Back there, Jaran. Yes, Jaran. My dear pastor, future pastor, where are you? Yeah. Sujit, ellarum, everybody say. എല്ലാവരും പറഞ്ഞാട്ടെ. When he was a kid, no, when he was in Sunday school, he would say, I'm a pastor. അവൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഞാനൊരു പാസ്റ്ററാണ്. I think very young as the kids running around here. ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ പ്രായമുണ്ടായിരുന്ന സമയത്ത്. So say this. അതുകൊണ്ട് തന്നെ ഇത് പറയൂ. Raji, my daughter whom I have chosen. നിങ്ങൾ പറ, എനിക്ക് നിങ്ങൾ നിങ്ങളുടെ പേരിട്ട് പറ. പൈസ ആത്തില്ല, ഞാൻ പറയില്ല, ഫ്രീ ആണ്, ഫ്രീ. Yeah. Okay. This is what the Lord says. So it to you God is saying, നിങ്ങളോടാണ് കർത്താവ് ഇവിടെ അത് പറയുന്നത്. He who made you, who formed you in the womb, and who will help you. നിന്നെ ഉരുവാക്കിയവരും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. It is not saying that your mother will help you. അവിടെ പറയുന്നത് നിന്റെ അമ്മ നിന്നെ സഹായിക്കുമെന്നല്ല. Your father will help you. നിന്റെ അപ്പൻ നിന്നെ സഹായിക്കുമെന്നല്ല. Sometimes they will help. ചിലപ്പോഴൊക്കെ അവർ സഹായിക്കും. No, we didn't grow up on our own. നാം സ്വന്തമായിട്ട് ഇങ്ങനെ വളർന്നു വന്നതല്ല. But still there are points when a father, mother, brother, sister, nobody helps. എന്നാലും നമ്മുടെ ജീവിതത്തിൽ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ആരും സഹായിക്കാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. But to you he says, he who made you, who formed you in the womb, and who will help you. ഇവിടെ ഇങ്ങനെ പറയുന്നു, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. In English when you read it says, who will help you. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, അവൻ നിന്നെ സഹായിക്കും. He who will help you. നിങ്ങളെ സഹായിക്കുന്നവനായ അവൻ. He only will help you. അവൻ മാത്രമേ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. The words of men are just like that. It has no value. മനുഷ്യന്റെ വാക്കുകളൊക്കെയും നൈമിഷികമാണ്. But it is he who will help you. എന്നാൽ കർത്താവാണ് നിങ്ങളെ സഹായിക്കുന്നത്. And he says, do not be afraid, Jacob my servant. I won't say servant. Do not be afraid, my daughter whom I have chosen. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ. Take out the word servant. No, we are saying daughters and sons. ദാസന അങ്ങനെയുള്ള വാക്കുകളൊക്കെ മാറ്റി നാം പുത്രനും പുത്രിയുമാണ്. And he says, I have chosen you. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. You have not chosen me, I have chosen you. നീ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ And it is my responsibility that you are not going to be afraid. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഭയപ്പെട്ടു പോകുകയില്ല. It is his responsibility that you don't have to be afraid. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടാതെ ഇരിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. But still, being a human, we go through phases. എന്നാൽ എങ്കിലും നാം മനുഷ്യരായിരിക്കുന്നത് കൊണ്ട് പല സാഹചര്യത്തിലൂടെയും നാം കടന്നു പോകും. I want to come back to what I want to say. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചതിലേക്ക് വീണ്ടും മടങ്ങി വരാം. We are at the center of a place which is surrounded by thousands and thousands of people. നാം ആയിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാൽ ചുറ്റപ്പെട്ട ഒരു ദേശത്തിന്റെ മധ്യത്തിലാണ്. Broken, tired, and I don't know, all kind of phases they are going through. തളർന്ന ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നാം ആയിരിക്കുന്നത്. Standing here at Flamingo in second floor, we cannot do anything. നാം ഇന്ന് ഇവിടെ ഫ്ലെമിംഗോ എന്നിലെ രണ്ടാമത്തെ നിലയിൽ നിന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Unless God gives, we don't have anything. Unless God gives, we don't have anything. കർത്താവ് നമുക്ക് നൽകാതെ നമുക്കൊന്നും ഇല്ല, നമുക്കൊന്നും. I remember, before I got married, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുൻപായി Amma and my husband and they all have told about a small church they started years ago.
ആ സമയത്ത് പാസ്റ്ററുടെ അമ്മയും പാസ്റ്റർമാരും ഒക്കെ ഒരുമിച്ച് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ഒരു സഭയെ അവർ വളരെ യൗവന പ്രായത്തിലായിരുന്നപ്പോഴാണ്. And they thought that their other pastors should minister. They will go and get souls. I mean, they will evangelize and get souls. അവർ ചിന്തിച്ചിരുന്നത് മറ്റ് പാസ്റ്റർമാർ ശുശ്രൂഷിക്കും, അവർ സുവിശേഷം പറയുന്നതിനു വേണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ്. So they went and they got people. അവർ പുറത്തുപോയി അനേകരെ നേടുവാനിടയായി തീർന്നു. And they put a pastor also to support them. I mean, to take care of them. അവരെയൊക്കെയും പരിപാലിക്കേണ്ടതിന് ഒരു പാസ്റ്ററിനെയും ആക്കി വെച്ചു. The pastor went his own way and it was all scattered. ആ പാസ്റ്റർ തന്റെ വഴിക്ക് പോയി, പിന്നീട് സകലതും ചിതറിപ്പോയൊരവസ്ഥയായി. But that didn't stop the promise over their lives. എന്നാൽ അത് കർത്താവിന്റെ അവരുടെ മേലുള്ള വാഗ്ദത്തത്തെ നിർത്തിയില്ല. There was a dry ground in Nedumangad that had to be broken. നെടുമങ്ങാട് ഒരു വരണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അത് കർത്താവിന് പൊട്ടിക്കണമായിരുന്നു. There was a time also that it had to happen. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയവും കർത്താവ് കൽപ്പിച്ചു. And we are also standing at a place like that today. നാമും ഇന്ന് ആയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്. I know multiple times this movement of English service started stop. പല തവണയായിട്ട് നാം ഇംഗ്ലീഷ് ആരാധന ആരംഭിക്കുന്നു നിർത്തുന്നു അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. But we know that there is a day that the promise is going to be fulfilled. എന്നാൽ നമുക്ക് ഉറപ്പുണ്ട് കർത്താവിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന ഒരു ദിവസം. We are at the center of this place where we thought it was next to impossible to come here. നാം ഒരു അസാധ്യമാണ് ഇവിടെ വരുവാനെന്ന് കരുതിയ സാഹചര്യത്തിൽ നാം ഇന്ന് ഇവിടെ മധ്യത്തിൽ നിൽക്കുന്നു. But we also know that unless God gives, we do not have anything. എന്നാൽ നമുക്ക് അറിയാം കർത്താവ് തന്നിട്ടല്ലാതെ നമുക്കൊന്നുമില്ല. And here is where his promise comes. ഇവിടെയാണ് ഈ വാഗ്ദത്തം വരുന്നത്. For I will pour out water on the thirsty land and streams on the dry ground. I will pour out my spirit on your offsprings and my blessing on your descendants. ദാഹിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. They will spring up like grass in a meadow and like poplar trees by flowing streams. അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. Some will say, I belong to the Lord. Others will call them by the name of Jacob. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും. Still others will write on their hand the Lord's. വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. Amen. Hallelujah. So this is the promise. He's saying, I will pour out my spirit. അവിടെ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. I'll pour out water on the thirsty land. ദാഹിച്ചിരിക്കുന്ന നിലത്ത് ഞാൻ എൻ്റെ നീരൊഴുക്കുകളെ പകരും. All of us are thirsty some other way. നാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം ദാഹിച്ചിരിക്കുന്നവരാണ്. And more than we still have Jesus, the hope that we have. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, അത് ക്രിസ്തുവാണ്. But there are thousands who don't have that hope. എന്നാൽ ആ പ്രത്യാശയില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തി ജീവിതങ്ങളുണ്ട്. So I want us to seek as a church. We want to seek God as a church for this place. ഇന്ന് നാം സഭയായി ഒരുമിച്ച് കർത്താവിനെ അന്വേഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. You know, I know that my message cannot do big things. എനിക്കറിയാം എൻ്റെ ഒരു സന്ദേശത്തിന് നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല unless God plans. കർത്താവ് നിങ്ങളെ തൊട്ടല്ലാതെ. You know, only if God wills it can happen. കർത്താവ് അനുവദിച്ചാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. I know lives are transforming bit by bit. എനിക്കറിയാം ഓരോ പടിയായി ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. Very little. വളരെ ചെറുതായി. When I see Faith, Nathania and Ben, ഞാൻ ഫെയ്ത്തിനെയും നഥാനിയെയും ബെന്നിനെയും ഇവിടെ കാണുമ്പോൾ, when I always look at Faith, that is the more I think about it. ഞാൻ ഫെയ്ത്തിനെ നോക്കുമ്പോൾ എപ്പോഴും ഞാനത് ഓർക്കും. So when I come from office, he'll be wearing that small tiny dress and he has that specs on his eyes, some funny thing on his face. ഞാൻ ഓഫീസിൽ നിന്നും വരുമ്പോഴേക്കും ഒരു ചെറിയൊരു ഡ്രസ്സ് ഇട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കും. So tiny. വളരെ ചെറുതായിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നു. And Nathania was also like that, a little tiny. അതിലും ചെറുതായിരുന്നു താനു. And Ben is all the more tiny. ബെന്നപ്പ് വളരെ ചെറുതായിരുന്നു. But what I'm thinking is, when did they grow up? ഞാൻ ചിന്തിക്കുന്നത് അവർ എപ്പോഴാണ് ഇത്രയും വലുതായത്. I didn't see their legs growing. ഞാൻ അവരുടെ കാലുകൾ വളരുന്നത് കണ്ടില്ല. I didn't see any changes. ഞാൻ ഒരു മാറ്റങ്ങളും കണ്ടില്ല. I don't remember when this happened. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എപ്പോഴാണ് അവർ ഇത്രയും വലുതായത്. He's already here. അവന് എന്റെ സിസ്റ്റർ ഇതുവരെയായി. Now next year here.
അടുത്ത വർഷമാകുമ്പോൾ കുറച്ചുകൂടെ വലുതാവും. Tanu has the same shoe size as mine. എന്റെ അതേ ഷൂസിന്റെ സൈസാണ് താനുവിനിപ്പോ. Next year she will have a bigger one. അടുത്ത വർഷം അവൾക്ക് കുറച്ചുകൂടെ വലുത് വരും. When did this happen? ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? Little by little, little by little. വളരെ ചെറുതായി ചെറുതായി ചെറുതായി. Yeah. So that is already happening, I know, in the spirit. ഇവിടെ അത് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. But suddenly also some things are going to happen. എന്നാൽ വളരെ പെട്ടെന്നും ചിലത് സംഭവിക്കുവാൻ I പോകുന്നു. say something is going to happen suddenly. ഞാൻ പറഞ്ഞത് ചിലത് പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്നു. Even if I don't show it, I tell you, I'm experiencing that breaking in the spirit every day. നിങ്ങൾ ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായാലും എനിക്ക് എന്റെ ആത്മാവിൽ I can't show തിരിച്ചറിയുവാൻ it. കഴിയുന്നുണ്ട്. I can't show it. It's like, you know, how many mothers are here? ഇവിടെ എത്ര അമ്മമാരുണ്ട്? How many? So when you had a baby inside you, could you show the baby to everyone? നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും അത് കാണിക്കുവാൻ കഴിയുമോ? Could you show it? നിങ്ങൾക്കത് കാണിക്കുവാൻ But കഴിയുമോ? you know that you have the baby inside you, right? എന്നാൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും നിങ്ങളുടെ ഉദരത്തിൽ Only ഒരു you know കുഞ്ഞുണ്ടെന്ന്. the baby is inside you. നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ആ ഒരു കുഞ്ഞു ഉദരത്തിലുണ്ടെന്ന്. Likewise, I know in the spirit that the baby is inside. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മാവിൽ അറിയാം ആ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായിട്ടുണ്ട്. I'm not talking about me, but I'm talking about us. ഞാൻ പറയുന്നത് എന്നെ കുറിച്ചല്ല, നമ്മെ കുറിച്ചാണ്. We are pregnant with a promise. വാഗ്ദത്തത്തെ നാം ഗർഭം And ധരിച്ചിരിക്കുകയാണ്. suddenly that time will come. ഒരു സമയം പെട്ടെന്ന് വരും. And this word which is written, He will pour out water on the dry grounds. ഇവിടെ വചനം പറയുന്നത് പോലെ പെട്ടെന്ന് ഒരു ദിവസം വരണ്ട നിലത്ത് അവൻ നീരൊഴുക്കുകളെ അയക്കും. Not that one tanker will come and put water and that will all go out in a jiffy. പെട്ടെന്ന് ഒരു ടാങ്കർ വന്ന് ഒത്തിരി വെള്ളം അങ്ങ് കോരി ഒഴിക്കുകയല്ല, അത് നിമിഷ It will go നേരം dry. കൊണ്ട് പോകും. It will go dry. But I'm saying He's going to pour out His Spirit like rain. അവനൊരു മഴ പോലെ അതിന്റെ മേലൊരു മാരി പോലെ അയക്കുവാൻ It is going പോകുകയാണ്. to happen. Suddenly it is going to happen. I know that just like a baby in a womb. ഒരു ഗർഭത്തിൽ ഒരു ശിശു ഉള്ളതുപോലെ അത് പെട്ടെന്ന് 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 അത് സംഭവിക്കുവാൻ It പോകുകയാണ്. is going to happen. അത് സംഭവിക്കുവാൻ And പോകുകയാണ്. all of us are going through some kind of a breaking for that. നാം എല്ലാവരും അതിനുവേണ്ടി ചില നുറുക്കങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുന്നു. Some of you are experiencing lot of turns and twists in your life which was totally unexpected. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വളവുകളും തിരിവുകളും ഒക്കെ വരുന്നു. Things you never ever thought in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ But I കടന്നു tell വരുന്നു. you, you are getting ready for that rain. എന്നാൽ ഞാൻ പറയട്ടെ, ആ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Men, you are the ones who are going to plow the ground. നിങ്ങൾ ആ നീരൊഴുക്ക് ഒഴുക്കപ്പെടേണ്ട ഒരു നിലമായി കൊണ്ടിരിക്കുകയാണ്. You are going to plow the ground. You are going to make it fertile. You are going to grow the things and you are going to harvest it out. നിങ്ങൾ ആ വരണ്ട നിലത്തെ ഫലഭൂയിഷ്ടമായ മണ്ണാക്കി അവിടെ നൂറുമേനി കൊയ്യുവാൻ പോകുന്നു. I tell you, each one of you. ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടുമാണ് പറയുന്നത്. It is you guys who are going to do it. നിങ്ങളാണ് അത് ചെയ്യുവാൻ You're going to പോകുന്നത്. harvest it and you're going to give it out to the world. നിങ്ങൾ അതിനെ കൊയ്ത് ലോകത്തിൽ അനേകർക്ക് വേണ്ടി അത് നൽകുവാൻ പോകുന്നു. This morning, second service, Brother Biju was preaching. ഇന്ന് രണ്ടാമത്തെ സർവീസിൽ ബ്രദർ ബിജു വചനം So സംസാരിക്കുമ്പോൾ Peter and his brother, പത്രോസും തന്റെ സഹോദരൻ Andrew was the one who shared the gospel to Peter. അന്ത്രയോസ് ആണ് പത്രോസിനോട് തന്റെ സുവിശേഷം അറിയിക്കുന്നത്. And he was making a way for this mighty man of God to come. അവൻ ഈ പ്രഗൽഭനായ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരുക്കുവാനായി അവൻ വഴി ഒരുക്കുകയാണ്. I feel that I am preparing way for someone who is hidden. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയുള്ള ചിലരെ പുറത്തു കൊണ്ടുവരുവാനായി വഴി Maybe you ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. will grow 1,000-fold than I can't even imagine. ഒരുപക്ഷെ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും 1000 മടങ്ങ് ശിഷ്യന്മാരെ നിങ്ങൾ വാർത്തെടുക്കും. I might just be an Andrew in your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ത്രയോസിനെ പോലെ ആയിരിക്കാം. But I am going to see this in all the lives around. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ അത് കാണുവാൻ We're പോകും. going to spend some time in worship now. നാം ഇപ്പോൾ കുറച്ച് സമയം ആരാധനയിൽ ആകുവാൻ ആഗ്രഹിക്കുന്നു. I want to open my sandals because I don't feel like worshiping with my sandals on. ഞാൻ ചെരുപ്പ് ഊരിയിടാന്ന് വിചാരിക്കുന്നു. Because sometimes when worship happens, we don't feel like sitting. ചില സമയത്ത് ആരാധന വെളിപ്പെടുമ്പോൾ നമുക്ക് ഇരിക്കുവാൻ തോന്നുകയില്ല. We want to worship Him. നമുക്ക് അവനെ ആരാധിക്കേണ്ടതുണ്ട്. And that is what we're going to do today.
അതാണ് നാം ഇന്ന് ചെയ്യുന്നത്. Forgetting everything, സകലതും മറന്നുകൊണ്ട് we want to worship him today. അവനെ ഇന്ന് നമുക്ക് ആരാധിക്കാം. We want to worship him today. How many of you feel that you need this maker in your life? നിങ്ങളിൽ എത്ര പേർക്ക് ഈ സൃഷ്ടിതാവായ കർത്താവിനെ എന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? All of us know that, right? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? And we want to seek him deeper today. ഇന്ന് നാം അവനെ ഒരു ആഴത്തിൽ അവനെ അന്വേഷിക്കുവാൻ പോകുന്നു. We want to spend more time with him. നാം അവനുമായി കുറച്ചധികം സമയം ചിലവഴിക്കുവാൻ പോകുന്നു. I would like to request the worship team to come up on the stage. I need you more. The song that we're going to sing says, I need you more than anything. നാം പാടാൻ പോകുന്ന പാട്ട് ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് അങ്ങേ മറ്റെന്തിനേക്കാളും അധികമായ ആവശ്യമുണ്ട്. More than the next breath. എന്റെ അടുത്ത ശ്വാസത്തിലും അധികമായ അങ്ങേ എനിക്ക് ആവശ്യമാണ്. More than the next heartbeat. എന്റെ അടുത്ത ഹൃദയമിടിപ്പിനേക്കാൾ അധികമായി എനിക്ക് അങ്ങേ ആവശ്യമാണ്. More than anything. മറ്റെന്തിനേക്കാളും അധികമായി. And as the time goes by, I will be by your side. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങയുടെ ചാരത്തെത്തും. There is nothing else that can make us happy. മറ്റൊന്നിനും എന്നെ ഇത്രയും സന്തോഷിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മെ ഇത്രയും സന്തോഷിപ്പിക്കുവാൻ കഴിയുകയില്ല. So can we all stand up on our feet? I know it is evening and you might be tired. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്കറിയാം. Can we move the chairs? Can we move the chairs to the back? I need everyone's help to move the chairs back. നമുക്ക് കസേരകളൊക്കെ ഒന്ന് പുറകോട്ട് മാറ്റിയിടാമോ? Amma and auntie can sit if you're tired, but all the others I would like to, young people, please get up. You're also young, right? I need you, Lord. You don't have this. Send it to you. You can come and stand. Chairs. I want to move the chairs. I want you to worship. Let there be no limitations. And just soak in your. All of you can. Boys, come in the front, please. എല്ലാവരും കസേരകളൊക്കെ മാറ്റിയിട്ട് മുന്നോട്ട് കടന്നു വന്ന് നിന്നാട്ടെ. I'm not bothered about the worship today. Boys can take off these the chairs. Boys can come in the front. I want the boys in the front. Media team. And for a change, I want you to close your eyes. Yes, my dear Sujit, please come. We love you. Come. We can make it a semicircle maybe. I don't want these boundaries. ഇങ്ങോട്ടാക്കിക്കോ. കസേരകളൊക്കെ മാറ്റി നമുക്കൊരു Maybe you can switch off. കുറച്ചുകൂടെ പുറമോട്ടാക്കിക്കോ. അർത്ഥവൃത്താകൃതിയിൽ നിൽക്കാം.